ഇതുപോലെ ലേശം ചെറിയ ഉള്ളി നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു 3-4 എടുത്തിട്ട് തൊലിച്ച് ഇതുപോലെ തലേന്ന് രാത്രി നമ്മൾ ഈ ഒരു വെള്ളപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അരി ഒന്നും അരയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെയാണെങ്കിൽ ഇതിലേക്ക് ഈസ്റ്റ്, അപ്പക്കാരം ഒന്നും ചേർക്കാതെ നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളപ്പത്തിനേക്കാളും. അപ്പോൾ ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉച്ച സമയത്തോ രാവിലെ സമയത്തോ ഒക്കെ അരി വെള്ളത്തിട്ടെങ്കിൽ രാത്രിയിൽ ഒന്ന് മാവ് കൂട്ടി വെക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബേജാറുള്ള ആളുകളും ഇനിയിപ്പോൾ അരി വെള്ളത്തിടാൻ മറന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആ ഒരു പേടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു 2 കപ്പ് അരിപ്പൊടി, വറുത്തതായാലും വേണ്ടില്ല വറുക്കാത്തായാലും വേണ്ടില്ല, ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അരിപ്പൊടിയാണ്. ഇതൊരു 2 കപ്പ്, 2 ഗ്ലാസ് 2 കപ്പൊക്കെ എടുത്തിട്ട് അതുപോലെ തന്നെ ആ ഒരു കപ്പിൽ 1 കപ്പ് ചോറും 1/4 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 2 കപ്പ് 2 ഗ്ലാസ് കാര്യമാണെങ്കിൽ അതിന് 3 കപ്പ് 3 ഗ്ലാസ് വെള്ളം ആ ഒരു കറക്റ്റിലായിരിക്കും ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് ആ ഒരു 3 ഗ്ലാസ് വെള്ളം നേരെ അങ്ങോട്ട് കൊണ്ടുപോയി ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെയാണ് നമുക്കിത് ഉണ്ടാക്കി ചെയ്തെടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മാവിലേക്ക് ഈ ഒരു അരിപ്പൊടിയും ഇതെല്ലാം കൂടി വെച്ചിട്ടുള്ളതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിന് കറക്റ്റ് എത്ര വെള്ളം വേണം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കാനുള്ളതുകൊണ്ട് തന്നെ മിക്സിൻ്റെ ജാർക്ക് ഈ പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കറക്റ്റ് നമുക്ക് മനസ്സിലാവില്ല. വെള്ളം വേഗം മുകളിൽ പൊങ്ങി നിൽക്കും. നമ്മളത് കൊണ്ടുപോയിട്ട് അരക്കുമ്പോൾ മിക്സി കേടാവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഒരു 1.5-2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മിക്സ് ചെയ്തിട്ടുള്ള പാത്രം ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്നും കൂടെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കറക്റ്റ് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. കറക്റ്റ് 3 ഗ്ലാസ് 2 ഗ്ലാസ് അരിപ്പൊടി ആണെങ്കിലും ഇനിയിപ്പോൾ കപ്പിലാണ് നിങ്ങൾ അളക്കണമെന്നുണ്ടെങ്കിലൊക്കെ 3 ഗ്ലാസ്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയും ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനിപ്പോൾ ഒരു പ്രത്യേക അളവൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ 1 സ്പൂണൊക്കെ നല്ലോണം ഒന്ന് വടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഫൈനായിട്ട് തന്നെ അരിഞ്ഞോട്ട് ഇതിൽ ചോറും ഇനിയിപ്പോൾ അരിപ്പൊടിയെ പൊടിഞ്ഞിട്ടുള്ളെങ്കിലും ആ ഒരു ചോറും അരിയും എല്ലാം കൂടി ചോറും തേങ്ങയും അരിപ്പൊടിയും എല്ലാം കൂടി അരിയുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ തേങ്ങൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു മാവിലേക്ക് ഇറങ്ങി വരും. ചോറിൻ്റെതും എല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ലേശം 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു തിക്കായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സിഡ് ജാറ് നല്ലോണം ചുഴറ്റി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ഒരു 4-5 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 5-8 മണിക്കൂർ രാത്രിയിലൊക്കെ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ രാവിലെ നമുക്ക് നോക്കിയാൽ മതിയാവുമല്ലോ. 5-8 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പക്ഷെ രാവിലെ നമുക്ക് ഒരുപാട് തിരക്കായിരിക്കും അല്ലേ, ഭയങ്കര ഒരു വെറൈറ്റി രുചിയാണ് ആയിരിക്കാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണും അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു 8-10ഓളം ചെറിയ ഉള്ളിയും ഒരു 2-3 വലിയ ഉള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചപ്പോഴേക്ക് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉള്ളി. ഇനി ഇതുപോലെ ഒരു ചട്ടകം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്ത് കൊടുക്കുമ്പോഴേക്കും ഈ ഒരു ചെറിയ ഉള്ളി നമ്മൾ നടുംകൂടി ചീന്താതെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല, നേരെ അങ്ങോട്ട് ഇട്ടതാണ്. അപ്പോൾ ഒന്ന് ചട്ടകം കൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും നല്ല വെന്തുള്ളിയാകുമ്പോൾ നല്ലോണം ഇങ്ങനെ അരിഞ്ഞതിനേക്കാളും ചതഞ്ഞ് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത 2 തക്കാളി ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതെല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും
പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി കേട്ടോ. അതൊക്കെ പിന്നെ പൊടികളൊക്കെ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. നമ്മളൊരു സാധാരണ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എത്ര വേണമെന്നുള്ളത് നമ്മൾ ഊഹിച്ചിട്ടായിരിക്കും എടുക്കുക. ചിലർക്ക് നല്ലോണം മുളക് എരിവ് വേണ്ടി വരും, ചിലർക്ക് കറിയിലധികം മഞ്ഞൾപ്പൊടി വേണ്ടി വരും, ചിലർക്ക് നല്ലോണം മല്ലിക്കുത്ത് വേണ്ടി വരും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ, ഓരോ ഫാമിലിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പൊടികളൊക്കെ ഒന്ന് ചേർത്തെടുത്തോളി. ഏതായാലും നമ്മുടെ ഈ ഒരു കറി അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ആദ്യം തന്നെ തൊലിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ വലിയുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തില്ലേ, ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒക്കെ ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പം ഞാൻ വേഗം ഇപ്പോൾ എടുത്തിട്ട് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് ഒന്ന് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പട്ട, ചെറിയൊരു ഗ്രാമ്പു, ഒരുപാട് ആവണ്ട കേട്ടോ. ഈ ഒരു പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ കൂടി പോയി കഴിഞ്ഞാൽ വേറെന്തോ ഒരു കുത്ത് വരും കറിയിൽ. പിന്നെ അതുപോലെ തന്നെ ലേശം കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല മക്കളെ, കുറച്ച് ഉലുവയാണ് കേട്ടോ. ചില കറികളൊക്കെ ചെയ്യുമ്പോൾ അല്ല കുറച്ച് ഉലുവാപ്പൊടിയോ അതല്ലെങ്കിൽ ഇതുപോലെ ഉലുവയൊക്കെ ഇട്ട് കൊടുത്താൽ ആ കറി ഒരു നമ്മളെന്നെ അറിയാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി രുചി ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ ലേശം, പിന്നെ എല്ലാവർക്കും ഒന്നും ഉലുവൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ലല്ലോ. ഞാൻ ഏതായാലും എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഉലുവൻ്റെ, ഒരുപാട് ആവണ്ട. അപ്പോൾ ലേശം ഉപ്പും കൂടി, ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ഈ ഒരു സവാള വഴറ്റുമ്പോഴോ ഒന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത്. പാഡ്സ്, നല്ല അടിപൊളി മുട്ടപ്പാഡ്സാണ്. മുട്ടപ്പാഡ്സ് അധികം ആളുകൾക്ക് ഇഷ്ടമാണല്ലേ, പല ആളുകൾക്കും പാഡ്സ് തന്നെ ഇഷ്ടമാണ്. പക്ഷേ ഈ മുട്ടപ്പാഡ്സിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് വൈകുന്നേരം തന്നെ കൊണ്ടുവന്ന് വെച്ചിന് കേട്ടോ. കാരണം ഇതുപോലുള്ള രാവിലെ കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മുട്ടപ്പാഡ്സ് ആയാലും എന്തെങ്കിലുമൊക്കെ പാഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ രാത്രി തന്നെ ചെയ്താൽ എന്താ പറയുക, ആ ഒരു കറിയിൽ എല്ലാ ഉപ്പും മുളകും എല്ലാം പിടിച്ച് നല്ലോണം മയപ്പെട്ടിട്ടുണ്ടാവും ഒരു കറി. നമ്മൾ ഏതൊരു കറിയാണെങ്കിലും ഉണ്ടാക്കി അന്നേരം തന്നെ കൂട്ടുമ്പോൾ അതിനേക്കാളും കുറച്ച് മുമ്പ് സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ കറിക്കാണ് കൂടുതൽ രുചി കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ഒരു മുട്ടപ്പാഡ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളിയല്ല, നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണേന് ഒരു തുള്ളി എന്നൊക്കെയല്ലേ പറയുക. ഒരു ഗ്ലാസോളം വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ലേശം വെള്ളം ഒഴിക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നോക്കി എല്ലാം ഒന്ന് ഇതായിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഏതായാലും ഒരു ഗ്ലാസ് വെള്ളം ആകെ മതിയാവും. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെന്താ അറിയോ, ഈ മുട്ട ഉണ്ടല്ലോ, ഇതിൽ കുറേ മുട്ട ഉണ്ട്. അപ്പോൾ ആ ഒരു മുട്ട അങ്ങനെ നമ്മൾ ഇപ്പോഴേ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ എന്താ അറിയോ, ആ മുട്ടൻ്റെ ഇതൊക്കെ വേഗം പൊട്ടിയിട്ട് കുഴമ്പാവും. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം ഒന്ന് തിളച്ചിട്ട് ശേഷം നമുക്ക് മുട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാനുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് മുട്ടയും കൂടെ ഇട്ടിട്ട് നോക്കണം, ചിലപ്പോൾ ഈ ചട്ടിയിൽ ഇത് കൊള്ളൂല. അപ്പോൾ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ ഇട്ടെടുത്ത മല്ലിപ്പൊടി ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടെടുത്ത സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തിന് ചേർത്ത് കൊടുത്താൽ ഏറ്റവും നന്നായിരിക്കും. പക്ഷെ ഞാൻ എങ്ങനെയോ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം വിട്ടു പോയതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാൻ മറന്നു. പിന്നെയാണ് ഞാനിത് രുചിച്ച് നോക്കുമ്പോൾ മല്ലിപ്പൊടിൻ്റെ ഒരു നല്ല കുറവ് പോലെ തോന്നിയത്. അപ്പോഴാണ് എനിക്ക് മൈൻഡിൽ കയറിയത്. അപ്പോൾ നിങ്ങളൊക്കെ ആ ഒരു സമയത്തിന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമുക്ക് നല്ലോണം വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലി ആയതുകൊണ്ട് തന്നെ അതിന് പച്ചൊരു ചൊവ്വ ടേസ്റ്റൊന്നും വരാനില്ലല്ലോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ബാക്കിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തോളം ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പൊക്കെ പാകമുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റാണ് ഞാൻ ഈ മുട്ട ഇട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ അറിയോ, ഈ മുട്ട പെട്ടെന്ന് നമ്മൾ ഈ ഒരു ചട്ടകം കൊണ്ട് ഇളക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കുക്കറിലാണെങ്കിൽ പിന്നെ ഇതൊക്കെ ഇളക്കിയതിന് ശേഷം മുട്ട ലാസ്റ്റ് മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇപ്പം ചട്ടി നിറഞ്ഞിക്കണേ. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുക, കുറച്ച് വലുപ്പമുള്ള ചട്ടിയിൽ ഉണ്ടാക്കിയോളൂ കേട്ടോ. അതിപ്പോൾ ഇനി തിളച്ച് വരുമ്പോഴേക്കും ഇത് നല്ലോണം പൊങ്ങും. അപ്പോൾ ഞാൻ ചട്ടി മാറ്റാൻ പോവാണ്, ചട്ടി മാറ്റുന്നുണ്ട്. ഏതായാലും
ചട്ടിയൊക്കെ മാറ്റി അത് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അത് എങ്ങനെ നിൽക്കണമെന്നൊക്കെ. ഇതിപ്പോൾ ഏതായാലും ഇതാ നമ്മളെ ഞാനത് തുറന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത്. നല്ലോണം സോഫ്റ്റായിട്ട് നമ്മൾ ഈസ്റ്റ് ആയാലും ഇനിയിപ്പോൾ അപ്പക്കാരായാലൊക്കെ ചേർത്ത് കാണ്ട് ചെയ്യണതിനേക്കാളും നല്ലോണം സോഫ്റ്റായി കുറച്ചൊക്കെ ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാറ്റർ. അപ്പോൾ ഇതിൽ ഞാൻ ആ ഒരു ചെറിയ ഉള്ളി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഉള്ളി നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കറികളിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളിമേൽ കുറേ ബാറ്റർ ഉണ്ട് കട്ടിയായിട്ട് നിൽക്കണം. അതൊക്കെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് ആ ഒരു വെള്ളം ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കുന്ന പോലെയല്ലല്ലോ, വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഒരുപാട് അല്ല, എന്നാലും കുറച്ച് ലൂസ് വേണം നമുക്ക് ചുറ്റിച്ച് കൊടുക്കുമ്പോഴൊക്കെ നല്ലോണം ശരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മാവിലൊഴിച്ച് നല്ലോണം ഇളക്കി കൊടുത്തുകണ്. അതിൻ്റെ വീഡിയോ കാണാനില്ല. അങ്ങനെ ഞാനത് കുറച്ചൊക്കെ ചുട്ട് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അന്നേരം ഞാൻ ഓരോ തിരക്കിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒരുപാട് തിരക്കാണ്. കാരണം വെള്ളം വരുന്ന ടൈം, വെള്ളം വരിക, അപ്പം മോട്ടറിട്ട് നമ്മളെ ടാങ്ക് അടിയത്ത് കാലിയാക്കി കൊടുക്കണം. അപ്പോഴാണ് വെള്ളം വരുന്ന ചാടുമ്പോൾ എന്ന് അറിയുള്ളൂ. നമ്മൾ കിണറ്റിൽ നിന്ന് അങ്ങനെ മോട്ടർ എടുക്കണ പരിപാടിയില്ല, ലൈൻ വെള്ളം വരുന്നത് എടുക്കലാണ് കേട്ടോ. കിണറും വെള്ളമൊക്കെ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് ഞങ്ങൾ തറവാട്ടിൽ 4-5 പേർക്കാർക്ക് ഒന്നായിട്ടുള്ളൊരു കിണറാണ്. അപ്പോൾ ആ ഒരു കിണറ്റിലെ വെള്ളം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് എടുക്കാറ്. അപ്പോൾ ആ ഒരു തിരക്കിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റിൽ ചുട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഏതായാലും ഇതുപോലെ നമ്മൾ സാധാരണ ഇനിയിപ്പോൾ നോൺ സ്റ്റിക്ക് ആയാലും ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ആയാലൊക്കെ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് കുറച്ചൊരു ഹോൾസൊക്കെ വരുന്ന സമയം വരെ ഒന്ന് തുറന്നിട്ടിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ നമ്മളിത് ഒഴിച്ചെടുക്കുന്ന സമയത്ത്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുത്താലുണ്ടല്ലോ ഇത്രയും നല്ലൊരു പൂ പോലെ. നിങ്ങൾ വീഡിയോയിൽ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും അടിപൊളി. നമ്മൾ ഈസ്റ്റ് ഇട്ട് കാണ്ടാണെങ്കിൽ ഇനിയിപ്പോൾ അപ്പക്കാരം ചേർത്ത് കാണ്ടൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ നല്ലൊരു സോഫ്റ്റ്. പിന്നെ ഈ ഉള്ളി രാവിലെ ആണവരെ ഇതിൽ കിടന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒരു വല്ലാത്തൊരു വെറൈറ്റി രുചി ഉണ്ട് ഈ ഒരു വെള്ളപ്പത്തിന്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറും കഴിക്കാറൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഈ പറയണത്. അപ്പം ചിലതൊക്കെ ഞാൻ നല്ലോണം സൈഡൊന്ന് ബ്രൗൺ കളറാണ് വരെ കാത്തിരുന്നു. പക്ഷേ എല്ലാം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലതാ, കുറച്ചൊന്ന് ബ്രൗൺ കളറാകുമ്പോഴേക്കൊക്കെ എടുക്കുക. ഏതായാലും ഇതൊന്ന് വെന്താൽ മതിയല്ലോ. ഈ സൈഡൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒരു മുരിച്ചിലൊക്കെ ഉണ്ടാവട്ടെ. ഇവിടെ റിതുവിന് അങ്ങനത്തെ ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ കുത്തിയെടുക്കുകയാണ്. എന്തൊരു സോഫ്റ്റ് അറിയോ. പിന്നെ എന്താ അറിയോ, വേനൽക്കാലം ആയതുകൊണ്ട് നല്ല ചൂടായതുകൊണ്ട് തന്നെ വേഗം നമ്മൾ ഈ ചോറും തേങ്ങയെല്ലാം കൂടെ അരച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും മാവ്. ഇനി മഴക്കാലത്ത് ഇത് എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ ഒരു വേനലിലാണ് ചെയ്ത് നോക്കിയത്. ഏതായാലും മക്കളത് അടിപൊളി സോഫ്റ്റ് വെള്ളപ്പാണ്. കണ്ടില്ലേ, നടുഭാഗമൊക്കെ നല്ല പൂ പോലെ ഉണ്ടേനും പോരാത്തതിന് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വെന്തൊക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കുഞ്ഞിക്കയിൽ, ഒരുപാട് വേണ്ട, കുഞ്ഞിക്കയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ടാവും. ഈ ഒരു കയ്യിലിന് ഒരു കയ്യിൽ. പിന്നെ വെള്ളപ്പച്ചട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാവ് കൂട്ടുക കുറക്കുക ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ വലിയൊരു വെള്ളപ്പച്ചട്ടിയല്ല, എന്നാലും അത്യാവശ്യം വലുപ്പമുള്ളൊരു ചട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നടുവിൽ നല്ലോണം കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറേ വട്ടം ചുറ്റിക്കൊള്ളിട്ടോ. അപ്പോൾ അതങ്ങനെ സൈഡിൽ ഇങ്ങനെ പോയി നടുവിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ അറിയാം, വെള്ളപ്പത്തിൻ്റെ നടുവിൽ കുറച്ചൊരു ഉണ്ടായി നിൽക്കണം, അപ്പോഴാണ് ഒരു നല്ലൊരു ഇത് തോന്നുക. ചിലർക്ക് നടുവിൽ വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെള്ളപ്പം ചുടലൊക്കെ കഴിഞ്ഞു, എത്ര ഒന്നും അല്ല കേട്ടോ, 2-3 കൂടെ ഒക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ ചായയുടെയൊക്കെ കഴിഞ്ഞു, രാവിലെ അല്ലേ. ഈ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുമ്പോഴേ എല്ലാവരും കാത്തിരിക്കുമ്പോഴൊന്നും സമയം ഉണ്ടാവില്ല. വീഡിയോ എടുക്കുമ്പോൾ എന്താ അറിയോ, പെട്ടെന്ന് പരിപാടി കഴിയൂല, അതാണ്. അപ്പോൾ അതാണ് ചട്ടിയൊക്കെ മാറ്റി, ഞാൻ പറഞ്ഞത് ചട്ടിയൊക്കെ മാറ്റിയിട്ടോ. എന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്ര നല്ലൊരു ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു പാർട്സ്. ചിലവർക്കൊന്നും പാർട്സ് ഇഷ്ടമുണ്ടാവില്ല. ഈ ഒരു മുട്ട പാർട്സ് ഇഷ്ടമുള്ള ആളുകളൊക്കെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. മുട്ടൻ്റെ പാർട്സാണോ ഇഷ്ടം, അതല്ലെങ്കിൽ മുട്ടയില്ലാത്ത കോഴിൻ്റെ പാർട്സാണോ ഇഷ്ടം, അതല്ലെങ്കിൽ തീരെ ചിക്കൻ പാർട്സൊന്നും ഇഷ്ടമല്ലേ, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ആളുകളെ പോലുള്ള ഇഷ്ടമുള്ള ആളുകളുണ്ടോയെന്ന് എനിക്കൊന്നും അറിയാം. പിന്നെ നമ്മളെ വീഡിയോക്ക് താഴെ കമൻറ്റ് നോക്കുന്ന എല്ലാവരും വീഡിയോ കാണുമ്പോൾ കമൻറ്റ് നോക്കും. നിങ്ങളൊക്കെ എന്താണ് കമൻറ്റ് ഇട്ട്, നെഗറ്റീവാണോ പോസിറ്റീവാണോ
അതുപോലെ തന്നെ എന്താണ് അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ഈ വീഡിയോനെ കുറിച്ച്, പിന്നെ ഈ ഒരു മുട്ടപ്പാട്സ് ഇഷ്ടമുള്ള ആളുകളുണ്ടോ, ഇതുണ്ടാക്കുന്ന ആളുകളുണ്ടോ, ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുന്ന ആളുകളുണ്ടോ എന്നൊക്കെ കമൻറ്റ് നോക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു റെസിപ്പിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും, ഒരുപാട് ഇഷ്ടമാവും. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്ന ആളുകളെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോൻ്റെ താഴെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ എത്തും. എന്നിട്ട് നമ്മുടെ ഒരു പേജ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് ഫോളോ ചെയ്യുക. പേജിൻ്റെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഇനി നാളെ ഇൻഷാ അല്ലാഹ് ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് ഇതേ സമയത്ത് വരാം. അസ്സലാമു അലൈക്കും.